ഇരുന്നിട്ട് മെഴുകുതിരി കത്തിക്കണം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മളൊരു ജേർണലിംഗ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതെൻ്റെ ആദ്യത്തെ ജേർണലിംഗ് ആയിരിക്കുന്നല്ല ആണ്. മുന്നേ ഒരു ജേർണൽ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കിട്ടിയ ജേർണലാണിത്. പക്ഷെ കാര്യമായിട്ട് ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ജേർണൽ ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ ഒരിക്കലും എന്നെക്കൊണ്ട് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്, മെയ് 30th. അപ്പം എന്തോ ഇന്നത്തെ ദിവസം ചെറുതായിട്ട് എന്തെങ്കിലും ജേർണൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യത്തിൽ ജേർണലിംഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വലുതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് പക്ഷെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിംഗ് ചെയ്തപ്പോൾ എനിക്ക് എന്താണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജേർണലിംഗ് ചെയ്യുന്ന ആ ഒരു കുറച്ച് നേരം നമ്മുടെ മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളും കാമൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ മൈൻഡിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ചാനൽ എത്രമാത്രം ബെറ്റർ ആക്കാൻ പറ്റുന്നുള്ളൊരു തോട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജേർണലിംഗ് ചെയ്യുമോയെന്ന്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാൻ തോന്നിയിട്ടില്ല. എനിക്കെന്തായാലും ജേർണലിംഗ് ചെയ്യുന്ന ഈ പരിപാടി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്നാലും എന്തുകൊണ്ടായിരിക്കില്ലേ ഞാൻ മുന്നേ ജേർണലിംഗ് തുടങ്ങാണ്ടിരുന്നത്? മേ ബി ഇറ്റ്സ് ദ റൈറ്റ് ടൈം. ജേർണലിംഗ് സ്ഥിരമാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ജേർണലിംഗ് തുടങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം തുടങ്ങിക്കോ, അതൊരു അടിപൊളി പരിപാടിയാണ്. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് എൻ്റെ ഒരു കുട്ടി ജേർണലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ശരി.